സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. പെട്രോൾ ഉപയോഗിക്കുന്ന ആരാ? വണ്ടിയുള്ള ആള്. വണ്ടിയുള്ള ആൾ ഏതായാലും പട്ടിണി കിടക്കുന്ന ആളല്ല. പെട്രോൾ ഉപയോഗിക്കുന്ന ആൾക്കാർ കഴിവുള്ള ആൾക്കാരാ. പെട്രോൾ ഉപയോഗിക്കുന്ന ആരാ? വണ്ടിയുള്ള ആള്. വണ്ടിയുള്ള ആൾ ഏതായാലും പട്ടിണി കിടക്കുന്ന ആളല്ല. പെട്രോൾ ഉപയോഗിക്കുന്ന ആൾക്കാർ കഴിവുള്ള ആൾക്കാരാ. ഷാജിയേട്ട്, നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. പെട്രോളിന്റെ വില കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൽ ചെറിയൊരു എന്തെങ്കിലും എമൗണ്ട് കൂട്ടിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അത് ടോട്ടലായിട്ട് വർധനവുണ്ടാവുന്നില്ലല്ലോ, വില കുറയുകയാണ് ചെയ്യുന്നത്. എന്താണ് ലോജിക്കലൊന്നുമില്ല. അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നത്. മനസ്സിലായില്ല. ആ അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല. വണ്ടർഫുൾ. 50 രൂപയ്ക്ക് ഡീസൽ കിട്ടുമ്പോ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോ 50 രൂപയ്ക്ക് ഡീസൽ കിട്ടുമ്പോ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോ ഓർഡർ. എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ തന്തക്ക് വിളിക്കാത്തത് നിനക്കറിയോ? അറിയോ? താമര. ആ ചേച്ചി പറഞ്ഞോ, കേൾക്കാം. സാറേ, എനിക്ക് 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുന്നുണ്ട് കേട്ടാ. 50 റുപ്യൊക്കെ കിട്ടുന്നുണ്ടോ? അര ലിറ്ററിനാണെന്നേ ഉള്ളൂ. അതായത് ഓരോ വ്യക്തിയും എടുത്തു നോക്കുക, അവരിൽ ചാണകമുണ്ട്. അപ്പൊ ഈ ചാണകം എന്ന് പറഞ്ഞാൽ ഞാനും ചാണകം, നിങ്ങളും ചാണകം, ഞാനും ചാണകം, നിങ്ങളും ചാണകം. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. രാജേഷ്, ഇത് നരേന്ദ്രമോദിയാണ്. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാ. അതാരാ? പോയാ അല്ല, നരേന്ദ്രമോദിയാണത്. നികേഷ്, അത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? പറയണ, അദ്ദേഹം എന്താ പറഞ്ഞത്? എനിക്കതറിയാമെങ്കിൽ നിന്നോട് ചോദിക്കൂ. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? അല്ല, ഞാൻ പറയാം, ഈ ക്ലിപ്പിംഗ് അദ്ദേഹം കൊണ്ട് നിങ്ങളെ ഏൽപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ഞാൻ ചോദിച്ചത്. പറയണ, അദ്ദേഹം എന്താ പറഞ്ഞത്? പറഞ്ഞോ, ഇതുപോലുള്ള തമാശകൾ നീ ഇനിയും പറയണം. റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. നന്നായി. ഇവിടെ കറവ പറ്റിയ പശുക്കളെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ ക്ഷീരകർഷകരോട്. വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം എന്നെ പോലെ നിൽക്കുക. ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. ഇത് അല്ല, ഞാൻ മറ്റു ചാനലിലും ചോദിച്ചാൽ ശരത്തിനോട് ചോദിക്കുന്നതിൽ ക്ഷമിക്കണം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എൻ്റെ അമ്മയാണ് എനിക്ക് പാല് തന്ന് വളർത്തിയത്. ഞാൻ വളർന്നു വെച്ചാൽ എൻ്റെ അമ്മയുടെ കറവ് പറ്റി, എൻ്റെ അമ്മയുടെ ശേഷി പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മ എന്താ ചെയ്യേണ്ടത്? സൈക്കോളജിക്കൽ മൂവ്. ഒരു തരത്തിലും നമ്മളാരും താരതമ്യം ചെയ്യാത്തതാണ്. താങ്കൾക്ക് പറ്റുമായിരിക്കും. കൂട്ടിക്കൊടുക്കാം, കുതികാലി വെട്ടാം, എന്തും. ഈ സൂര്യന് ചുവട്ടില് എന്ത് നെറുകേടിനുമാവും ബലരാമന്. അങ്ങനെയാണെങ്കിൽ കന്നുകാലികൾക്കുള്ള വൃദ്ധസദനം കൂടി ഉണ്ടാക്കാൻ നിങ്ങളുടെ നിയമത്തിൽ എഴുതി വെക്കണമായിരുന്നു. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ബിജെപിയുടെ പ്രവർത്തകർക്ക് അത്യാവശ്യം തലയ്ക്കകത്ത് ആൾതാമസമുള്ളവരാണ്. അപ്പൊ നിനക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നത് വെറുതെ. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, എന്താണ് ഈ കൺകറന്റ് ലിസ്റ്റ്? അത് താങ്കൾക്ക് അതിനെക്കുറിച്ച് വിവരമില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചു നോക്കിയാൽ മതി, ഉത്തരം കിട്ടും. നിങ്ങൾക്ക് അറിയാമോ, ഇവളുടെ അച്ഛൻ അന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. നിങ്ങൾ ഇവിടെ വാചാലമായപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇത് അറിയില്ലാന്ന്. അതുകൊണ്ടാ ചോദിച്ചത്. സമ്മതിച്ചേക്ക്. ഒരു അവതാരകന്റെ റോൾ ഏറ്റെടുക്കാൻ റഹീമിന് ജനാധിപത്യപരമായ ചർച്ചയല്ലേ, അതുകൊണ്ട് ചോദിക്കണ്ടായോ? അങ്ങനെയില്ല. ഞാൻ പ്രേക്ഷകരോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ ചർച്ചയിൽ നിന്ന് ഞാൻ പിൻവാങ്ങിയാണ്. വളരെ നന്ദി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, എന്താണ് ഈ കൺകറന്റ് ലിസ്റ്റ്? എന്ത് പറ്റി ചേച്ചി? കിഡ്നി സ്റ്റോൺ ഉണ്ടോ?
ഇപ്പൊ കിഡ്നി ഒരെണ്ണം പോയേനെ. എങ്ങനെയുണ്ട്? ഇവൾക്ക് വേറെന്തോ അസുഖാണ്. അറബിയിലൊരു ചൊല്ലുണ്ട്, അൽ അന്നമിനാളഹ അൽ ഒട്ടഹ. അതായത് ദുബായിൽ പോയി കഴിഞ്ഞാൽ, UAE പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടകത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഒട്ടകത്തിന് നല്ല ഇറച്ചിയാ, പക്ഷെ എന്താ അവിടെ ഒട്ടകത്തെ നിരോധിച്ചിരിക്കുന്നത്? ഏതാ ലോകത്ത് 300ഓളം രാജ്യങ്ങളിൽ നടപ്പാക്കിയതാ. ഏതാ ലോകത്ത് 300ഓളം രാജ്യങ്ങളിൽ നടപ്പാക്കിയതാ. ഏതാ ലോകത്ത് 300ഓളം രാജ്യങ്ങളിൽ നടപ്പാക്കിയതാ. ഇപ്പോഴാണ് നീ ശരിക്കും ശശിയായത്. ഷാനി, ഇത് ചെറിയ കളിയല്ല. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് വീരനായിട്ടുള്ള ഭഗത് സിംഗൻ കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്. അതേപോലെ തെറ്റാണ്ട് ഭംഗിയായിട്ട് പറഞ്ഞേ കേക്കട്ടെ. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗൻ അടിപൊളി. വീരചരമം പ്രാപിച്ചപ്പോ ആരാണ് അദ്ദേഹത്തെ ഷഹീദായിട്ടുള്ള ഭഗത് സിംഗിനെ സന്ദർശിച്ചത് എന്ന ചോദ്യം ആ സാറ് മറുപടി പറയട്ടെ. പിന്നെ പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്ക് ഇവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. ശരിയാണ്, കൃഷ്ണദാസിന്റെ വാദം ശരിയാണ്. കാരണം BJP കേന്ദ്രം ഭരിക്കുമ്പോഴൊന്നും ആളുകൾ മരിക്കുന്നതിന്റെ എണ്ണം അനുസരിച്ചല്ല സർക്കാരുകൾ പിരിച്ചുവിടുന്നത്. അങ്ങനെ പിരിച്ചുവിട്ട ചരിത്രമില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഗുജറാത്തിൽ അത് നടക്കേണ്ടതായിരുന്നു 2002. ശരിയാണ്, കൃഷ്ണദാസിന്റെ ഒരു വാദം ഞാൻ വരാം. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഡോക്ടർ ഷമാ മുഹമ്മദിലേക്ക്. ഷമാ മുഹമ്മദ്, ഈ അല്ലല്ല അജിംസ്, ഗുജറാത്തിൽ ആ കാലഘട്ടത്തിൽ ഞങ്ങളല്ല ഭരിക്കുന്നത്, BJP അല്ല ഭരിക്കുന്നത്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഗുജറാത്ത് ഭരിക്കുന്നത് ഞങ്ങളാണെങ്കിലും കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഏത് 2002-ലോ? അപ്പൊ വാജ്പേയി നിങ്ങളുടെ പാർട്ടിക്കാരനല്ലേ? ഗുജറാത്ത് ഭരിക്കുന്നത് ഞങ്ങളാണെങ്കിലും കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഏത് 2002-ലോ? അപ്പൊ വാജ്പേയി നിങ്ങളുടെ പാർട്ടിക്കാരനല്ലേ? അതങ്ങനെ പഠിക്കാൻ പറ്റ സമയത്ത് ഗോലി കളിക്കാൻ നടന്ന ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇന്ന് കുറെ കൂടെ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, കാരണം കൂടുതൽ സമയം കിട്ടി. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. അതിൽ മോദിജി പറഞ്ഞ ആ കോണ്ടെക്സ്റ്റ്, അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ, ഐ ആം നോട്ട് ആൻ എക്സ്പേർട്ട് ഓർ സയന്റിസ്റ്റ്. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. ഇൻ മൈ റോ വിഷൻ ഐ വണ്ടേഡ് ഇഫ് ദ ക്ലൗഡ് കുഡ് ഹെൽപ്പ് us to hide the jet from radar. ഇതാ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. ഇതൊരു ഇൻട്രോഗേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇഫ് ക്ലാസ്, അങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ വന്നുകൂടെ എന്നുള്ള ഒരു ഇഫ് ക്ലാസ്, ഇഫിന്റെ ഒരു പ്രയോഗം. മൂപ്പർക്ക് മനസ്സിലായിക്കണം. അതായത് അദ്ദേഹം നിങ്ങളുടെ എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. റഡാറിൽ നിന്ന് രക്ഷപ്പെടാൻ മേഘങ്ങൾ നമ്മുടെ വിമാനങ്ങളെ സഹായിച്ചേക്കും എന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ആടിക്കുള്ളിൽ കള്ളൻ. സൂറിക്കിൽ പോയിട്ട് അവിടെ ബീഫും പോർക്കും മാത്രമേ ഉള്ളൂ. പോർക്ക് തുടർന്ന് പ്രശ്നമില്ല. ബീഫ് അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഇലകളൊക്കെ കഴിക്കേണ്ടി വരും. അത് എന്റെ ടേസ്റ്റ് ബഡ്സ് ചിലപ്പോ എനിക്ക് കർമ്മത്തെ അടിയ തരും വെച്ചിട്ട് ബീഫ് 4 ദിവസം കഴിച്ചതിന്റെ ഒരു ആഡ് ഓൺ ആണ്. നടപ്പിലാക്കിയാൽ അനുസരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ആരും കഴിക്കാറില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇത് കേറ്റാറുമില്ല. എടാ എൽദോ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. ഇപ്പോൾ സുരേന്ദ്രന്റേതായി പുറത്തു വന്നിട്ടുള്ള ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിൽ നിന്നും ഹാൻഡ്സ് എന്ന് തോന്നിപ്പിക്കുന്ന ഒന്ന് രഹസ്യമായി കയ്യിൽ വാങ്ങുകയും ആരും കാണാതെ വായിനകത്തേക്ക് വെക്കുകയും ചെയ്യുന്നതാണ് വീഡിയോയിൽ രഹസ്യമായി പതിഞ്ഞിട്ടുള്ളത്. പറ്റിപ്പോയി സാർ, പറ്റിപ്പോയി. തലച്ചവർപ്പുണ്ട് കേട്ടോ. നിങ്ങളുടെ BJPയുടെ സംസ്ഥാന നേതാവ് സുരേന്ദ്രൻ പരസ്യമായി ബീഫ് തിന്നുന്നത് പിള്ളേരെടുത്ത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചപ്പോൾ ഞാൻ തിന്നതെല്ലാം ഉള്ളിക്കറിയാണ്, ഇത് കള്ളം പറഞ്ഞ ആളാണ്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നല്ലോ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ എന്ന് പറഞ്ഞാൽ താങ്കൾ ഒരു ഹോട്ടലിൽ നിന്ന് ബീഫ് കഴിച്ചിട്ട് ഇറങ്ങി വന്ന് ഉള്ളിയാണ് എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ബീഫ് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുന്ന ആളുമല്ല ഞാൻ. നിനക്ക് എത്ര തന്തയുണ്ടാ? അറിയില്ല എനിക്ക്.
അപ്പോൾ ഇതായിരുന്നു നമ്മുടെ